മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം ഭൂതകാലത്തെക്കുറിച്ച് വിലപിക്കുകയോ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുകയോ അല്ല, മറിച്ച് വർത്തമാന നിമിഷം വേഗത്തോടെയും ആത്മാർത്ഥതയോടെയും ജീവിക്കുക എന്നതാണ്. ജയിക്കുന്നതിൽ നിന്നും ശക്തി ലഭിക്കില്ല. നിങ്ങൾ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ കീഴടങ്ങേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ അതാണ് ശക്തി. തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനമില്ലാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക. മനുഷ്യർക്ക് രണ്ട് മുഖങ്ങളാണുള്ളത്. ഒന്ന്, അവർ നമ്മോടടുക്കുമ്പോൾ അവർ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന മുഖവും മറ്റൊന്ന് അവരോടടുത്തു കഴിഞ്ഞാൽ പതിയെ പുറത്തു വരുന്ന അവരുടെ ശരിക്കുള്ള മുഖവും. മറ്റുള്ളവരുടെ ചിന്തകളും തീരുമാനങ്ങളും മാറ്റാൻ നമുക്ക് കഴിയില്ല, എന്നാൽ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിലാണെന്ന് പോലെ പ്രവർത്തിക്കുക. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്നു നോക്കേണ്ടത് നിങ്ങളെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉള്ളതുകൊണ്ട് തൃപ്തി വരാതെ മനുഷ്യൻ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്. ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി. പക്ഷേ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം, എന്നാലേ മനുഷ്യനാവൂ. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്തൊരു അമൂല്യമായൊരു കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. ചതിക്കുന്ന സ്ത്രീകളെ തിരിച്ചറിയാനായി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കില്ല. രണ്ടാമത്തേത്, രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവരാകും. ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശം സ്വീകരിക്കാം. പക്ഷേ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം എന്ന് മാത്രം.